പണ്ട് കോളേജിൽ നിന്ന് വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ +2 ഫ്രണ്ട്സുമായി മാൻഡേറ്ററി ആയ ഒരു ഒത്തുകൂടൽ ഉണ്ടായിരുന്നു. സിനിമ കാണൽ തന്നെയാവും അതിലെ മെയിൻ അജണ്ട. അങ്ങനെ 2016 വെക്കേഷൻ വന്നപ്പോൾ അവരോടൊപ്പം പോയി കണ്ടൊരു സിനിമയായിരുന്നു ഇത്. വടകര കീർത്തി മുദ്ര തിയേറ്റർ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മുന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ വ്യാപ്തി ശരിക്കും മനസ്സിലായത് തിയേറ്ററിനകത്ത് കയറിയപ്പോഴാണ്. കുറച്ചുപേര് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി നിലത്തിരുന്ന് സിനിമ കാണുന്നത് ഞാൻ ആദ്യമായി കണ്ടത് ഈ പടത്തിന്റെ FTFS-നായിരുന്നു. എനിവേസ്, പടം തുടങ്ങി സ്ഥിരം കണ്ടുവരാറുള്ള സൽഗുണ സമ്പന്നനായ നായക കഥാപാത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഐറ്റം. പോകെ പോകെ ഇതിലെ ചില ഡയലോഗുകളും സംഗതികളും ഒക്കെ കാണുമ്പോൾ മമ്മൂട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് സമ്മതിച്ചതെന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ബട്ട് വ്യത്യസ്തത അത് അതിരപ്പഴസാന പോലീസ് സ്റ്റോറിയിലാണെങ്കിലും കൊണ്ടുവരാൻ മൂപ്പർക്കറിയാം. അങ്ങനെ ഒരു പക്ക തിയേറ്റർ വാച്ചിന് വേണ്ട ഒരുപാട് കയ്യടി രംഗങ്ങളുമായി പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു വിടവുണ്ടായിരുന്നു. അതായത് കാര്യമൊക്കെ അടിപൊളി തന്നെ, പക്ഷെ ഇതിന്റെ BGM-ന് ഒരു പവർ പോരാ. ഇതും ആലോചിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടത്തിൽ ഭവാനി ബാർ ഫൈറ്റ് വരുന്നത്. അതിലൊരു മുറിയുടെ അകത്ത് നിന്ന് ഒരു വില്ലനെ ഇടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് പുള്ളി നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. അതിന് പുറകിൽ ഒരു BGM-ഉം മുമ്പ് കേട്ട സെയിം സാധനം തന്നെ, ബട്ട് അതിന് ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ചാർജ് ആക്കിയ പോലെ ഒരു വ്യത്യാസം. ശരിക്കും കോരി തെരിച്ചുപോയി. കുറച്ചപ്പുറത്തായി ഇതേ BGM വീണ്ടും കേൾക്കാൻ സാധിച്ചു. വില്ലന്റെ റാലി നടക്കുന്നിടത്ത് നായകൻ യൂണിഫോമിൽ ചെല്ലുന്ന രംഗത്ത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പടം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തി. പക്ഷെ എനിക്ക് ആകെ മൊത്തം ഇഷ്ടപ്പെട്ട ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് അവർ തീരെ ലൈറ്റ് വെയിറ്റ് ആക്കി കളഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ ലേലം ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ പോലെ ഫുള്ള് വെടിയും പുകയും തീയും ഒക്കെയായുള്ള വമ്പൻ ഫൈറ്റ് ആയിരിക്കുമെന്നാണ്. ബട്ട് നായകനും വില്ലനും മാത്രമുള്ള ഒരു റോഡിൽ വെച്ച് നടക്കുന്ന ഫൈറ്റോടുകൂടി അവർ അത് അവസാനിപ്പിച്ചു. ബട്ട് സ്റ്റിൽ കൂട്ടുകാരത്ത് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയായിരുന്നു അത്. പിന്നെ ഈ സിനിമയെ പറ്റി ഇത്രയും പറഞ്ഞിട്ടും ഇതേ സിനിമയുമായി ബന്ധപ്പെട്ട് വേറെയും ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി എന്തൊന്നും പറയാത്തതെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ടൈറ്റിലിന്റെ തൊട്ടുമേലെ നിങ്ങൾക്കത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയും കാണാം.